ഹലോ ഗായ്സ്, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കൊഞ്ച് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൊഞ്ചിനെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാളയുള്ളി 3 സവാളയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഈ കൊഞ്ചിനകത്തോട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇടണം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഗായ്സ്, അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. നമ്മളിനി കൊഞ്ച് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അതിനകത്താണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. കുറേശ്ശെ ലേശം കൊഞ്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്, എണ്ണയ്ക്കൊക്കെ വറുത്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഗായ്സ്, കൊഞ്ചെല്ലാം വറുത്തോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിക്കകത്തോട്ട് ആ വറുത്തെണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ കടി ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് 2 പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കണം. നല്ലപോലെ അതിനെല്ലാം ഒന്ന് ഇളക്കിയെടുക്കണം. ഉള്ളി ഒന്ന് വഴന്ന് വരാനായിട്ട് അതിനകത്തൊരു ലേശം ഒരു ഉപ്പിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി ഒരു കുഞ്ഞൊരു തക്കാളിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അതിനകത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. വഴന്ന് വരുന്ന ഒരു പരുവത്തിന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇനി അതിനകത്തോട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ശകലം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനത്തിന് നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഇളക്കുക. മസാലയെല്ലാം ഒന്ന് മൂക്കാം. ഇനി നമ്മുടെ മസാല വേവാനായിട്ട് അതിനകത്തോട്ട് ലേശം വെള്ളം ഒഴിക്കും. ഇനിയാണ് നമ്മുടെ താരത്തിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വറുത്ത് വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിക്കുട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കുഞ്ഞിക്കുട്ടനെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി പിടിപ്പിക്കണം. കുഞ്ഞിക്കുട്ടൻ്റെ മേത്തോട്ട് ആ മസാല നല്ലപോലെ ഇളക്കി കൊടുക്കണേ.
ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. നമ്മുടെ കൊഞ്ചുകുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, കൂടെ കൂട്ടാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങൾ വെക്കുന്ന രീതികളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പം ഫുൾ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.